നമസ്കാരം, ET മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ലെൻസ്കാർട്ട് സൊല്യൂഷൻസിന്റെ ഓഹരികൾ 3% ഇടിഞ്ഞ് ഇന്നത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കായ 474 രൂപയിലെത്തിയിട്ടുണ്ട്. 5315 കോടി രൂപ മൂല്യമുള്ള 6.46% ഇക്വിറ്റി അഥവാ 11.22 കോടി ഓഹരികൾ ഉൾപ്പെട്ട വലിയൊരു ബ്ലോക്ക് ഡീൽ നടന്നതിനെ തുടർന്നാണ് ഈ ഇടിവുണ്ടായത്. മുൻ ദിവസത്തെ ക്ലോസിംഗ് വിലയായ 488 രൂപയിൽ നിന്ന് 3% ഇടിഞ്ഞ് 473 രൂപയ്ക്കാണ് ഇടപാട് നടന്നത്. കൂടാതെ IPO ലോക്കിൻ കാലാവധി അവസാനിച്ചതും ഓഹരി വിലയിൽ സമ്മർദ്ദം ചെലുത്തി. നുവാമ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് റിപ്പോർട്ട് പ്രകാരം 51,000 കോടി രൂപ മൂല്യമുള്ള 104.7 കോടി ഓഹരികൾ ഇതോടെ വ്യാപാരത്തിന് യോഗ്യമായി. എന്നാൽ ഈ ഓഹരികളെല്ലാം തന്നെ ഉടൻ തന്നെ വിപണിയിൽ വിറ്റഴിക്കപ്പെടുമെന്ന് ഇതിനർത്ഥമില്ല. പകരം ഓഹരി ഉടമകൾക്ക് ഇപ്പോൾ ഇവ വ്യാപാരം ചെയ്യാമെന്ന് മാത്രമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം നവംബറിൽ IPO വിലയേക്കാൾ 3% കുറഞ്ഞ നിരക്കായ 390 രൂപയിലാണ് ലെൻസ്കാർട്ട് വിപണിയിൽ അരങ്ങേറ്റം കുറിച്ചത്. ലിസ്റ്റിംഗിന് ശേഷം ഓഹരികൾ 9% ഇടിഞ്ഞ് 355 രൂപ വരെ താഴ്ന്നിരുന്നുവെങ്കിലും പിന്നീട് ശക്തമായി തിരിച്ചു വരികയും ഈ വർഷം ഏപ്രിലിൽ 559 രൂപ എന്ന റെക്കോർഡ് ഉയരത്തിലെത്തുകയും ചെയ്തു. സ്റ്റോറുകളിലെ വസ്ത്രദാന രീതിയിൽ മതപരമായ ചിഹ്നങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന് ആരോപിച്ച് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന പ്രതിഷേധങ്ങളും സമീപകാലത്തെ തിരിച്ചടിക്ക് കാരണമായിരുന്നു. ഇതിനു പിന്നാലെ കമ്പനി പരസ്യമായി മാപ്പ് ചോദിക്കുകയും ബിന്ദി, തിലകം, ഹിജാബ്, ടർബൻ തുടങ്ങിയ അനുവദിച്ചുകൊണ്ട് പുതിയ മാർഗരേഖ പുറത്തിറക്കുകയും ചെയ്തു. സാമ്പത്തികമായ മികച്ച പ്രകടനമാണ് കമ്പനി കാഴ്ചവെക്കുന്നത്. മൂന്നാം പാദത്തിൽ ലെൻസ്കാർട്ടിന്റെ അറ്റാദായത്തിൽ 6,983% വർധനവ് രേഖപ്പെടുത്തി 131 കോടി രൂപയിലേക്ക് എത്തിയിരുന്നു. പ്രവർത്തന വരുമാനം 38% വർദ്ധിച്ച് 2,308 കോടി രൂപയിലും എത്തി. മെയ് 20-നാണ് കമ്പനി നാലാം പാദ ഫലങ്ങൾ പുറത്തുവിടുക. നിലവിൽ ലെൻസ്കാർട്ട് ഓഹരികൾ 474 രൂപ മുതൽ 494 രൂപ പരിധിയിലാണ് വ്യാപാരം നടത്തുന്നത്. ഹ്രസ്വകാല നിക്ഷേപകരെ സംബന്ധിച്ച് വലിയ ബ്ലോക്ക് ഡീലുകളും IPO ലോക്കിൻ കാലാവധി അവസാനിച്ചതും വിപണിയിൽ ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. സാങ്കേതികമായി 473 രൂപ എന്നത് പ്രധാന സപ്പോർട്ട് ലെവലാണ്. ഇത് തകരുകയാണെങ്കിൽ 455 to 460 രൂപ നിലവാരത്തിലേക്ക് താഴാൻ സാധ്യതയുണ്ട്. അതേസമയം ഓഹരിക്ക് കരുത്ത് വീണ്ടെടുക്കണമെങ്കിൽ 510 to 525 രൂപ എന്ന റെസിസ്റ്റൻസ് മറികടക്കേണ്ടതുണ്ട്. നിലവിൽ RSI 48.50 നിലവാരത്തിൽ തുടരുന്നത് ഓഹരി ഒരു നിഷ്പക്ഷ അഥവാ ന്യൂട്രൽ അവസ്ഥയിലാണെന്ന് സൂചിപ്പിക്കുന്നു. മെയ് 20-ന് പുറത്തു വരാനിരിക്കുന്ന നാലാം പാദ ഫലങ്ങൾ ഹ്രസ്വകാല ട്രെൻഡിനെ നിർണായകമായി സ്വാധീനിക്കും. ദീർഘകാല നിക്ഷേപകർക്ക് കമ്പനിയുടെ വളർച്ചാ സാധ്യതകൾ അനുകൂലമാണ്. ഏപ്രിലിൽ രേഖപ്പെടുത്തിയ 559 രൂപ എന്ന റെക്കോർഡ് ഉയരം വരും കാലങ്ങളിൽ മറികടക്കാൻ സാധ്യതയുണ്ടെന്ന് ചാർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ലോക്കിൻ കാലാവധി കഴിഞ്ഞതിനെ തുടർന്നുണ്ടാകുന്ന താൽക്കാലിക വിലയിടിവ് മികച്ച ഓഹരികൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാനുള്ള അവസരമായി കണക്കാക്കാം. കമ്പനിയുടെ അറ്റാദായത്തിലുണ്ടായ 6,983% വൻ വർധനവ് അതിന്റെ ശക്തമായ സാമ്പത്തിക അടിത്തറയെ കാണിക്കുന്നുണ്ട്. ദീർഘകാല നിക്ഷേപം നടത്തുന്നവർ 390 to 400 എന്ന ലിസ്റ്റിംഗ് പ്രൈസ് മേഖല ഒരു ശക്തമായ സ്റ്റോപ്പ് ലോസ് ആയി പരിഗണിച്ചുകൊണ്ട് വെക്കാവുന്നതാണ്. ആഗോള തലത്തിലുള്ള വിപുലീകരണവും മികച്ച വരുമാന വളർച്ചയും ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ ഓഹരിക്ക് ഗുണകരമാകും. ഓർക്കുക, ഈ വിവരങ്ങൾ അറിവ് നൽകുന്നതിനും പഠന ആവശ്യങ്ങൾക്കുമായി മാത്രമുള്ളതാണ്. ഇത് ഓഹരികൾ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഉള്ള നേരിട്ടുള്ള നിർദ്ദേശമോ സാമ്പത്തിക ഉപദേശമോ അല്ല. ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങൾ വിപണിയിലെ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപം നടത്തുന്നതിന് മുൻപ് നിങ്ങൾ സ്വന്തമായി ഗവേഷണം നടത്തുകയോ അല്ലെങ്കിൽ സെബി അംഗീകൃത സാമ്പത്തിക ഉപദേശകന്റെ സഹായം തേടുകയോ ചെയ്യേണ്ടതാണ്. Yeah.